കോടികൾ മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റാൻഡിൽ ഒരു മഴ പെയ്താൽ നിറയെ വെള്ളക്കെട്ടാണ്. ബലക്ഷയം കണ്ടെത്തിയ ടെർമിനലിൽ എന്ത് വിശ്വസിച്ചാണ് ബസ് കാത്തു നിൽക്കേണ്ടത് എന്നാണ് യാത്രക്കാരുടെ ചോദ്യം. പറയുന്നതിനേക്കാൾ ഭീകരമാണ് യഥാർത്ഥ ചിത്രം. സൗകര്യങ്ങളിൽ പിന്നോക്കാവസ്ഥയാണെങ്കിലും ഉയർന്നുവരുന്ന പരാതിയുടെയും ആരോപണങ്ങളുടെയും കാര്യത്തിൽ എന്നും മുന്നിൽ തന്നെയാണ് കോഴിക്കോട്ടെ KSRTC ബസ് ടെർമിനൽ. ചെറിയൊരു മഴ പെയ്താൽ വെള്ളം കെട്ടിക്കിടക്കും. അത് താണ്ടി വേണം ബസ്സിൽ കയറി പറ്റാൻ. യാത്രക്കാർക്ക് മതിയായ വൃത്തിയുള്ള ശൗചാലയമോ ഇരിപ്പിടമോ ഇല്ല. ഭീമാകാരമായ തൂണുകൾക്കിടയിലൂടെ ഒരു ബസ് ട്രാക്കിലിടണമെങ്കിൽ സാധാരണ ലൈസൻസ് ഒന്നും മതിയാകില്ല. നിത്യേന നിരവധി യാത്രക്കാരാണ് ഈ ദുരിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. മേൽക്കൂരയിലെ കോൺക്രീറ്റിന് താഴെ ഘടിപ്പിച്ച ജിപ്സം സീലിംഗ് ഇളകി വീണ് 2 യാത്രക്കാർക്കാണ് ഇന്ന് പരിക്കേറ്റത്. പുലർച്ചെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അധികം യാത്രക്കാരില്ലാതിരുന്നതിനാൽ വലിയൊരു അപകടം ഒഴിവായി. കെട്ടിടത്തിന്റെ 2ാമത്തെ നിലയിലെ സീലിംഗും അടർന്നു വീഴുമെന്ന സ്ഥിതിയിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കെട്ടിടത്തിന്റെ 1ാം നിലയിലെ സീലിംഗും പൊട്ടി വീണിരുന്നു. നമുക്കറിയാം, ഈ കാണുന്ന ഭാഗത്താണ് കഴിഞ്ഞ ദിവസം സീലിംഗ് പൊളിഞ്ഞ് വീണിട്ടുള്ളത്. ഇവിടെ നിൽക്കുന്ന മലിനജലം ആ മുകളിൽ നിന്ന് ചോർന്നതിനെ തുടർന്ന് ഈ ബിൽഡിംഗ് ചോർന്നതിനെ തുടർന്നുണ്ടായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഈ സീലിംഗ് പൊളിഞ്ഞു വീഴാൻ കാരണം ഈ ബിൽഡിങ്ങിനുണ്ടായ ചോർച്ചയാണ്. ഈ ഒരു ഭാഗം മാത്രമല്ല, നമ്മൾ ഈ ബിൽഡിംഗ് മുഴുവൻ ചോർച്ച തന്നെയാണ്. അധികം ഭാഗങ്ങളിൽ സീലിംഗ് പൊളിഞ്ഞു വീണിട്ടുണ്ട്. ഇതിനുള്ളിൽ വരുന്ന യാത്രക്കാർക്ക് എന്ത് തന്നെയാണെങ്കിൽ അതൊരു അവർ ജീവൻ പണയം വെച്ച് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം എത്രയും പെട്ടെന്ന് കാണണമെന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം ജനങ്ങളുടെയും അതേപോലെ തന്നെ ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് യാത്രക്കാരാണ് നിത്യേന KSRTC ബസ് സ്റ്റാൻഡിൽ എത്തുന്നത്. 2021 മദ്രാസ് IIT നടത്തിയ പഠനത്തിൽ KSRTC ബസ് ടെർമിനൽ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നാണ് കണ്ടെത്തിയത്. എന്നാൽ കെട്ടിടം പാട്ടത്തിനെടുത്തിരിക്കുന്ന ആലിഫ് ബിൽഡേഴ്സും സർക്കാരും തമ്മിൽ അറ്റകുറ്റപ്പണിയുടെ കാര്യത്തിൽ നിയമതർക്കങ്ങൾ തുടരുന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. KSRTCയുമായി ബന്ധപ്പെട്ട് ഇതിനെ നിർമ്മാണത്തിനകത്തുള്ള തകരാറുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി തവണ ഇവിടെ സമരങ്ങൾ നടത്തിയതാണ്. അപ്പോൾ നമ്മളന്ന് പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് അടിവരയിടുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഈ ബിൽഡിങ്ങിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഇടങ്ങളും കുതിർന്നിരിക്കുക. കൃത്യമായ രീതിയിലല്ല ഇത് നിർമ്മിച്ചതെന്നുള്ളത് ഏതാണ്ട് എനിക്ക് ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലാണ്, ഞാനൊരു എഞ്ചിനീയർ ഒന്നുമല്ല, പക്ഷേ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ ഈ ബിൽഡിങ് നല്ല രീതിയിൽ ബലക്ഷയം ഉണ്ടായിട്ടുണ്ട്. അത് സ്ട്രക്ചറിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തി ബസ് സ്റ്റാൻഡിലെ കെട്ടിടങ്ങളുടെയും മേൽക്കൂരയുടെയും അവസ്ഥ പരിശോധിച്ച് അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യം ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. KSRTC ടെർമിനലിന് ബലക്ഷയമുണ്ടെന്നും 95% തൂണുകളും അറ്റകുറ്റപ്പണി നടത്തി ബലപ്പെടുത്തണമെന്നുമാണ് മദ്രാസ് IIT നൽകിയ റിപ്പോർട്ട്. അറ്റകുറ്റപ്പണി നടത്തുമെന്ന് കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചതുമാണ്. എന്നാൽ ഒന്നും നടന്നില്ല. യാത്രക്കാരുടെ പ്രതിസന്ധിയും ദുരിതവും തുടരുകയാണ്. ക്യാമറമാൻ അഭിലാഷിനോടൊപ്പം ദിലിഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.